ഇനി നമുക്കൊരു ചെടി റിപ്പോർട്ട് ചെയ്യാമേ. ഈ പോട്ടിലോട്ട് വേണം നമുക്ക് നമ്മൾ പുതിയ ചെടി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതിലിരിക്കുന്ന സ്നേക്ക് പ്ലാന്റ് ഞാൻ എടുത്ത് മാറ്റുവാണ് കേട്ടോ. ഇതിന്ന് നല്ലത് മാത്രം എടുത്ത് വേറെ ചട്ടിയിലോട്ട് വെക്കണം. അപ്പോൾ ആദ്യം ഈ ചട്ടിയിലുള്ള സ്നേക്ക് പ്ലാന്റ് അങ്ങ് എടുത്ത് മാറ്റുക. കാരണം നമ്മുടെ കയ്യിൽ സ്നേക്ക് പ്ലാന്റ് ഒരുപാടുണ്ട്. അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് ഈ ചട്ടിയിൽ വേണം നമുക്ക് ആ ചെടി വെക്കാൻ വേണ്ടിയിട്ട്. ചെടി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഡെവിൾസ് ബാക്ക് ബോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയുണ്ടല്ലോ, അതാണ്. അതിൻ്റെ ഇതുണ്ട് ഈ ഒരു രൂപത്തിലിരിക്കുന്നതുകൊണ്ടായിരിക്കും, അതായത് ഇങ്ങനെ ബാക്ക് ബോൺ പോലെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ഡെവിൾസ് ബാക്ക് ബോൺ എന്ന് പേര് വന്നിട്ടുള്ളത്. അതിൻ്റെ ഇലകൾ മുഴുവൻ പോയിട്ട് തണ്ട് മാത്രമായിട്ടോ. അപ്പോൾ കാണാൻ ഒരു ഭംഗിയില്ലേ. കാര്യം ഇതിന് കെയറൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല നല്ലോണം വെയിലടിക്കുന്നൊരു ഭാഗത്താണ് ഇരുന്നത്. അപ്പോൾ അതിൻ്റെ ഇലകളെല്ലാം പോയി ഒരു ഭംഗിയില്ലാണ്ടായി. ചുമ്മാ തണ്ട് മാത്രമായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചെന്നാൽ അതും അതിനകത്തുനിന്ന് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് മാത്രം എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു വലിയ ചട്ടിയിലേക്ക് മാറ്റാം. എന്നിട്ട് 1-2 ചെറിയ കട്ടിങ്സ് വേറെ ഒരു ചെറിയൊരു പോട്ടിലേക്കും കൂടെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനിപ്പം കുറച്ച് പത്തലില്ലേ, ശീമക്കൊന്ന, അതിൻ്റെ ഇലയാണ് ആ പോട്ടിൻ്റെ അടിയിലിട്ടിരിക്കുന്നത്. എന്നിട്ട് വെറും മണ്ണും ചാണകപ്പൊടിയും മാത്രമുള്ള മിക്സാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വേറെ വളങ്ങളൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ കുറച്ച് നല്ല കട്ടിങ്സ് ഉള്ള ഡെവിൾസ് ബാക്ക് ബോണിൻ്റെ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി കട്ടിങ്സൊക്കെ ഒരു സാധാരണ ഒരു ചട്ടിയിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കിളുക്കുമെന്ന് പ്രതീക്ഷയില്ല. കിളുക്കുവാണെങ്കിൽ നമുക്ക് വേറെ നല്ല ചട്ടിയിലേക്ക് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെറുതെ ഒരു പഴയ ചട്ടിയിലേക്ക് ഞാൻ അതിൻ്റെ കട്ടിങ്സ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ടിങ്സൊക്കെ നന്നായിട്ട് കിളുത്ത് വരും എന്ന് വിചാരിക്കുന്നു. കാര്യം ഞാനിത് നഴ്സറിയിൽ നിന്നൊരു ചെറിയ തയ്യാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ബാക്കി ചട്ടികളിലേക്കൊക്കെ അതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ടാണ് ഞാൻ കിളിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതും അങ്ങനെ കിളുത്ത് വരാനാണ് സാധ്യത. അപ്പോൾ ഇത് കിളുക്കുവാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം.